ആഷിക്ക് എവിടെയും പോയിട്ടില്ലല്ലോ തിരിച്ചു വരാൻ. ആഷിക്ക് വാസ് ഓൾവേസ് ഹിയർ. ആഷിക്കിൻ്റെ ഏത് ക്രാഫ്റ്റ് എടുത്താലും ഇവൻ നമ്മളിപ്പോൾ ലാസ്റ്റ് നീലവെളിച്ച് നോക്കിയാലും സച്ച് അമേസിങ് ടെക്നിക്കലി അത്രയും ബ്രില്യൻ്റ് ആയ ഒരു സിനിമയായിരുന്നു നീലവെളിച്ചം. അപ്പോൾ ഐ നെവർ ഫെൽറ്റ് പേഴ്സണലി സിനിമയുടെ ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് എനിക്കൊരിക്കലും പുള്ളി എവിടെയും പോയിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ വെരി ജെനുവിൻലി ട്രൂലി ഹാപ്പി ഫോർ ഹിം. ആൻഡ് ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിൽ അഭിമാനം. ആദ്യമായിട്ടാണെന്ന് പറയില്ല, പറയോ? പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഇസ് സോ ഗുഡ്. ഞാനിപ്പോൾ സൂരജിൻ്റെ അടുത്ത് അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സൂരജിൻ്റെ ഫസ്റ്റ് മൂവിയാണെന്ന് തോന്നുന്നില്ല. അവരുടെ സ്ക്രീൻ പ്രസൻസ് ഭയങ്കര സ്വാഗ് ആൻഡ് സ്റ്റൈൽ റിയലി കൂൾ. ഈച്ച് വൺ ഓഫ് ദം, വാണി ചേച്ചി, വന്നമ്മ ചേച്ചി, ഓൾ ദ വിമൻ, ദർശന, എല്ലാവരും, സുരഭി, എല്ലാവരും ഭയങ്കര ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണിമായ പിന്നെ നോക്കുകയാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു കംപ്ലീറ്റ് ആർക്ക് ഉണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു ക്യാരക്ടറും നമുക്ക് വെറുതെ എന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും ഒരു പ്ലേസ് ഉണ്ട്. അത് ഭയങ്കര ബ്രില്യൻ്റാണ്. ഫാന്റാസ്റ്റിക് ഫിലിം. എല്ലാവരും കാണട്ടെ, അടിപൊളിയാവട്ടെ. വെക്കേഷൻ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് സമയം കണ്ടെത്തി ഐ മീൻ ആളുകളുടെ സമയത്തെ വില വെച്ച് നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് എൻ്റർടൈൻഡ് ആകുന്ന കാണുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. ദിലീഷേട്ടനായിട്ടുള്ളൊരു കോംബോ എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അത് റൈറ്റിങ്ങിലേ ഉള്ളതാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഡൈനാമിക്സ് അങ്ങനെയാണ്. പിന്നെ ദിലീഷേട്ടൻ്റെ അതിൻ്റെ പേര് ഭയങ്കര ഈസി ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ പടത്തിലേക്ക് എങ്ങനെയായിരുന്നു എത്തിപ്പെട്ടത്? ആഷിക്കേട്ട ഒരു ദിവസം വിളിച്ചിട്ട് പരിപാടി എന്നോട് ആദ്യം ഒരു ഔട്ട്ലൈൻ പറഞ്ഞ് ഐ മീൻ ഡെഫിനറ്റ്ലി ഐ ജസ്റ്റ് വാണ്ട് ടു വർക്ക് വിത്ത് ആഷിക്കേട്ടൻ. അപ്പോൾ സിനിമകളൊക്കെ തന്നെ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു സിനിമയായിരിക്കാം. ഏത് സിനിമ വന്നാൽ തന്നെ റൈഫിൾ ക്ലബ്ബ് അത്തരത്തിലൊരു സിനിമ ആവാൻ ചാൻസ് ഉണ്ടോ ഇനി അങ്ങോട്ട്? ഐ മീൻ എനിക്ക് തോന്നുന്നത് വെച്ചാൽ എൻ്റർടൈനിങ് സെക്ടറിൽ ഐ മീൻ കൊമേഴ്ഷ്യൽ സെക്ടറിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാനും ആളുകൾക്ക് മൊമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് നമ്മുടെ റൈഫിള്. അപ്പോൾ ആഷിഖൻ ഇനിയും ഡിഫറെൻറ്റ് മാജിക്കുകളായിട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആഷിഖനോട് ഇനിയും വർക്ക് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു ബ്രോ. താങ്ക് യു. നല്ല പടമാണ്, നല്ല എൻഗേജിങ് പടമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ എല്ലാവരും ഈ സ്ക്രീൻ പ്ലേയുടെ പേസിനെ കുറിച്ചൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിലെവിടെ ഒരു ഡൾ മൊമെൻ്റ് ഇല്ല. പിന്നെ ഇത്രയും പേരുണ്ട് എന്നുള്ളത് സിനിമയുടെ ഇപ്പോൾ നിങ്ങൾ പോസ്റ്ററിൽ കാണുന്ന സംഭവം അതൊരു ഹൈലൈറ്റ് ആണ്. ഇത്രയും പേരുണ്ട് എന്നുള്ളത് പ്ലസ് പോയിന്റ്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസും ഡയലോഗ്സും റെക്സേട്ടൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. ഐ തിങ്ക് ആഷിഖ് കപൂറിൻ്റെ ഒരു ഹിറ്റ് പടം തന്നെയായിരിക്കും. മേക്കിംഗ് എങ്ങനെയുണ്ടായിരുന്നു? ഈ പറഞ്ഞത് തന്നെ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പടം കാണൂ. ഇത് തിയേറ്റർ പടമാണ്. തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. നല്ല രസമാണ്. യെസ് ഡെഫിനറ്റ്ലി. താങ്ക് യു. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഫൈറ്റൊക്കെ? നല്ല പടമായിരുന്നു, അടിപൊളി പടം. ആണോ? എങ്ങനെയുണ്ട് നമ്മുടെ ആഷിഖ് കപൂറിന്റെ മേക്കിംഗ്? വ്യത്യസ്തമായിരുന്നു ശരിക്കും. കാരണം നമ്മുടെ വാണീഷ്നാഥ് കുറേ നാൾക്ക് ശേഷം വരുവാണല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്തു. ഓക്കെ.